പുതുതായി രൂപീകരിച്ച 2 നഗരസഭകളും LDF നേടി. വ്യക്തമായ ഭൂരിപക്ഷം നേടിയ മാനന്തവാടി നഗരസഭയിൽ CPM-ലെ VR പ്രവീജാണ് ചെയർമാൻ. ബത്തേരിയിൽ ഇരുമുന്നണികളും 17 വീതം സീറ്റുകൾ നേടി. ഇരുമുന്നണികളും തുല്യത പാലിച്ച ബത്തേരി നഗരസഭയിൽ കേരള കോൺഗ്രസ് M അംഗം LDF-നെ പിന്തുണച്ചതോടെയാണ് അട്ടിമറിയിലൂടെ ഭരണം നേടിയത്. CPM-ലെ CK സഹദേവനാണ് ചെയർമാൻ. തെരഞ്ഞെടുപ്പിനു ശേഷം കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടു. ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. ബത്തേരി നഗരസഭയിലെ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. കൽപ്പറ്റ നഗരസഭയിൽ 15 സീറ്റുകൾ നേടി UDF ഭരണം ഉറപ്പിച്ചിരുന്നു. എന്നാൽ 1 വർഷം ചെയർമാൻ സ്ഥാനം നൽകണമെന്നും അതോടൊപ്പം ഉപാധ്യക്ഷ സ്ഥാനം വേണമെന്നും ജനതാദൾ യുണൈറ്റഡ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് UDF പ്രതിസന്ധിയിലായത്. ഉപാധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. ദിവസങ്ങൾ നീണ്ട ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്നും UDF വിട്ടുനിന്നത്. മീഡിയ 1 വയനാട്.